ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. ഇന്നത്തെ കാലത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ചെയ്താലോ. അപ്പോൾ നമുക്ക് നേരെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിൽ ചെയ്താലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ചത് ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. അതായത് നമുക്ക് എന്താ പറയുക, ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടി. ഇത് നിങ്ങളെല്ലാവരുടെയും കണ്ടിട്ടുണ്ടാവും. ഈ ചെടി കണ്ടോ, ചെറിയ ചെറിയ ഇല, നല്ല ഭംഗിയുള്ള. ഇപ്പോൾ വെയിൽക്കാലം ആയതുകൊണ്ട് ഒരു വെള്ള സ്പോട്ട്സും കൂടി വന്നിട്ടുണ്ട്. കണ്ടോ, വേരോട് പറിച്ചെടുക്കണേ. അപ്പോൾ ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കഷ്ടമുണ്ട് പറിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഹാങ്ങിങ് ബോട്ടിലൊക്കെ നിറച്ച് വെച്ചാൽ നല്ല രസമായിരിക്കും. എനിക്കൊരു കൊമ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ കുറച്ചും കൂടി പറിക്കട്ടെ. പിന്നെ അടുത്ത പ്ലാന്റും എനിക്കിതൊക്കെ കണ്ടോ, ഇത് കാണാണ്ടോ എന്നറിയില്ല, പറിക്കട്ടെ. കണ്ടോ, ഈ പ്ലാന്റാണ്. ഇത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കാം. കണ്ടോ, നല്ല ചെറിയ ചെറിയ ലീവ്സും വൈറ്റ് കളർ പൂവുമാണ് ഈ പ്ലാന്റിനുള്ളത്. നല്ല രസമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാൻ പറിച്ചെടുത്തു. നല്ല രസമുള്ള ചെടി കണ്ടാൽ ഞാൻ പറിക്കും. ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ കളക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഫേണാണ്. കണ്ടോ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഞാനൊരു ലാസ്റ്റ് വീഡിയോയിൽ ഫേണിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണം. എന്നാലും ആ വീഡിയോയിൽ ഞാൻ അത് പറിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അതിനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനെ വിടാൻ തോന്നുന്നില്ല. അപ്പോൾ അതും കൂടി ഞാൻ പറിക്കട്ടെ. അപ്പോൾ ഈ ഫേണിന് നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ട് കൂട്ടത്തോടെ പറിക്കുമ്പോഴാണ് അതിൻ്റെ ചന്ത അറിയണത്. പിന്നെ അടുത്ത ചെടി, ഇത് ബാക്കിയുള്ള ചെടികളിൽ പെട്ടിരിക്കുകയാണ്. അതിനൊരു മഞ്ഞ പൂവുണ്ട്, കാണാണ്ടോന്ന് അറിയില്ല. മുള്ളുള്ള ചെടിയാണ്. ഇപ്പോൾ കാണിക്കാനും പറ്റില്ല, ഞാൻ പറിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെടി, ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മുള്ളുണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം. ഇതിൻ്റെ ഇലയും നല്ല ഭംഗിയുണ്ട്. ഇതിന് കണ്ടോ, ഒരു പൂവുണ്ട്, ഒരു യെല്ലോ കളർ ചെറിയ പൂ. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ വയ്ക്കാൻ പോവാണ് എൻ്റെ ചട്ടിയിൽ. നല്ല രസമുള്ള ചെടിയാണ്. അപ്പോൾ എൻ്റെ തൊടിയിലേക്ക് വന്നപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഇതൊരു പ്ലാന്റ് ആണ്. ഇതെന്താണെന്ന് ശരിക്കും പേരറിയില്ല. പക്ഷേ ഇത് ക്രോട്ടൻ ആണ് കേട്ടോ. ഈ ക്രോട്ടൻ പ്ലാന്റ് എൻ്റെ അടുത്തില്ല. എനിക്ക് ആകപ്പാടുള്ളത് കളർ ക്രോട്ടൻ ആണ്. അത് ആകപ്പാട് നശിങ്ങി പോയി മഴക്കാലമായപ്പോൾ. ഈ പ്ലാന്റ് കണ്ടോ, നല്ല, ഞാൻ ക്രോട്ടൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് ഞാൻ പൊട്ടിക്കേണ്ട എന്തായാലും. നല്ല രസമുള്ള ക്രോട്ടൻ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ. പിന്നെ അടുത്ത ടൈപ്പ് ക്രോട്ടൻ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത് ആരോ കുഴിച്ചിട്ടതാണെന്ന് തോന്നുന്നത്, തന്നെ ഉണ്ടായതായിരിക്കും, അറിയില്ല. ഇത് ക്രോട്ടൻ തന്നെയാണ്. ഇതും യെല്ലോ കളർ സ്പോട്ട്സിൽ ഗ്രീൻ ലൈൻസ്. ഇതിൻ്റെ കൊമ്പ് ഞാൻ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ വേരോട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കൊമ്പ് കൊണ്ട് തന്നെ പറിച്ചെടുക്കേണ്ടി വരും. കണ്ടോ, ഇവിടെയും അതിൻ്റെ ചെറുതുണ്ടായിട്ടുണ്ട്. കണ്ടോ, ഈ പ്ലാന്റ് കണ്ടോ, ഇതൊരു ക്രോട്ടനാണ്. നല്ല രസമല്ലേ. ഇത് കണ്ടോ, വ്യത്യാസം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നല്ല രസമുള്ള ചെടിയാണ്. ഇതിൻ്റെ ഒരു കൊമ്പ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്, ഞാൻ പോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കണില്ല. പിന്നെ ഞാൻ കണ്ടത് ഡംകിൻ പ്ലാന്റ് ആണ്. കുറേ ആൾക്കാർ പോയിസനാണ് അതൊക്കെയാണ് പറയുക. അത് എന്താ പറയുക, ഇതെന്തായാലും പ്ലാന്റ് നമ്മൾ കഴിക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തായാലും ഈ ചെടി നല്ല ഭംഗിയുള്ള ഇല ഉണ്ടാണ്ട് നമ്മളിതെന്തായാലും വെക്കാൻ പോവുകയാണ്. രണ്ടെണ്ണം ഞാൻ പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുഴിച്ചിടാൻ പോവുകയാണ്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. രണ്ടും നമുക്ക് പറിച്ചെടുത്ത് കുഴിച്ചിടാം. പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത തൊടിയിൽ പോവാൻ പോവുക. അപ്പോൾ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നാണ് പറഞ്ഞത്. കുരുമുളകിനെ പോലെ തന്നെ ഉണ്ട്, പക്ഷേ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. നമ്മുടെ തൊടിയിൽ ഇത് നിറച്ചുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടത്തോടെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതൊരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഞാൻ അത് എന്തായാലും പറിച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതേപോലെ തന്നെ രണ്ടാമത്തത് കിട്ടി. ഇത് 2 എണ്ണം നമ്മൾ പറിച്ചെടുത്തു. ഇപ്പോൾ 2 എണ്ണം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നല്ല രസമല്ലേ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടൊക്കെ എന്താ പറയുക, പുതിയതായിട്ട് പണിതുമ്പോൾ ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചെടി കിട്ടി. വേരോട് കിട്ടിയില്ല, പക്ഷെ കാണിച്ചു തരാം. ഈ ചെടി നല്ല ചെടി, ഇതിനെ ഒരുമിച്ച് വെച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എന്തായാലും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ വേരോടെ പൊട്ടിപ്പോയി. അപ്പോൾ ആ പ്ലാന്റിങ്ങൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത് നല്ല നമ്മൾ സൂക്ഷിച്ചെടുക്കണം. വേരോടെ കിട്ടി, നല്ല രസമല്ലേ. അപ്പോൾ അതേപോലെയുള്ള പ്ലാന്റ് എനിക്കിതാ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം എന്തായാലും പൊട്ടിച്ചെടുക്കാം. ഇത് വേരോടെ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കേട്ടോ ഇങ്ങനത്തെ ചെടിയൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെടി കിട്ടി. അപ്പോൾ ഈ ചെടി എന്തായാലും ഞാൻ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചെടി തന്നെയാണ്, കുരുമുളക് പോലെ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഞാൻ കാണിച്ചാൽ നല്ല രസമല്ലേ, ഇത് കുരുമുളക് പോലെ ചെടി. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാന്റ് ഹണി ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. ഓക്കെ, ദെൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.